Welcome back to your online classroom. We were discussing the play The Hour of Truth by Percival Wilder. Now, let's discuss where the scene is going on. നമുക്ക് ഇനി എവിടെയാണ് ഈ സീൻ, ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കാം. The scene is at Baldwin's residence. ഈ സീൻ നടക്കുന്നത് ബാൾവിൻ്റെ വീട്ടിലാണ്. റോബർട്ട് ബാൾവിൻ എന്നുള്ള ക്യാരക്ടറാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഈ നാടകം നടക്കുന്നത്, അല്ലെങ്കിൽ ഈ സീൻ നടക്കുന്നത്. ഇനി അതിലെ സിറ്റുവേഷൻസ്, സറൗണ്ടിങ്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇറ്റ്സ് എ റേദർ ഹോട്ട് ആൻഡ് സെൽട്രി സൺഡേ ആഫ്റ്റർനൂൺ ആൻഡ് ദ സൺ അവർ ഹെഡ് ആൻഡ് ദ baked clay under feet are merciless. അപ്പോൾ വളരെ ചൂട് പിടിച്ച, സൾട്രി മീൻസ് വെരി ഹോട്ട്, നല്ല ചൂടുള്ള ഒരു ദിവസത്തെ പകൽ സമയമാണ് ഈ കഥ നടക്കുന്നത്. അതുമാത്രമല്ല, മുകളിലെ സൂര്യനും താഴെയുള്ള ക്ലേ മീൻസ് ബ്രിക്സ് കൊണ്ടുണ്ടാക്കിയ ഫ്ലോറാണ്. അപ്പോൾ അതും തന്നെ എന്താണ്, ചൂടായിട്ടുണ്ട്. അപ്പോൾ രണ്ട് ഭാഗത്തു നിന്നും, മുകളിൽ നിന്നും താഴെ നിന്നും ചൂട് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇൻ ദ ഡിസ്റ്റൻസ് lowering clouds give promise of coming relief, and at the parlor window of the trim little cottage the Baldwin's family is anxiously waiting the return of his head. അപ്പോൾ ക്ലൗഡ്സ് വരുന്നത് ഇങ്ങനെ കാണുന്നുണ്ട്, അതായത് മഴ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒരു ആശ്വാസമായിക്കൊണ്ട് മഴ വരുമെന്ന് പ്രതീക്ഷിക്കാം. അത് മാത്രമല്ല, അത് പാർലർ, ആ വീടിൻ്റെ പാർലർ മീൻസ് സ്വീകരണ മുറി, വെൽക്കം ചെയ്യുന്ന ആ ഒരു റൂമില്ലേ, അവിടെ ബാൾവിൻ്റെ ഫാമിലി ഇങ്ങനെ അയാളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാൾവിൻ പുറത്തു പോയതാണ്, എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി പുറത്തു പോയതാണ്. അയാളെ വെയിറ്റ് ചെയ്തുകൊണ്ട് തൻ്റെ ഫാമിലിയിലെ മെമ്പേഴ്സ് എല്ലാവരും ആൻഷ്യസ് ആയിക്കൊണ്ട്, വളരെ ആകാംക്ഷയോട് കൂടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. റിട്ടേൺ ഓഫ് ഹിസ് ഹെഡ്, അതായത് ആ ഫാമിലിയിലെ ഹെഡ് എന്ന് പറയുന്നത് ഫാദറാണ്. റോബർട്ട് ബാൾവിനെ വെയിറ്റ് ചെയ്യുന്ന സീനാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ജോൺ ദ സൺ, an average young man of 27, is smoking a pipe as philosophically as if this day were in no way more momentous than any other. അപ്പോൾ അതിലെ ക്യാരക്ടർ റോബർട്ട് ബാൾവിൻ്റെ മകനായിട്ടുള്ള ജോൺ എന്ന് പറയുന്ന 27 വയസ്സുള്ള ചെറുപ്പക്കാരന് ഒരു പൈപ്പൊക്കെ വലിച്ചുകൊണ്ട്, പൈപ്പ് മീൻസ് സ്മോക്ക് ചെയ്തുകൊണ്ട്, ആ ഒരു ദിവസം ഏതൊരു ദിവസത്തെയും പോലെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്ത പോലെ അവിടെ ഇരുന്നു കൊണ്ട് പൈപ്പ് വലിക്കുന്നുണ്ട്, സ്മോക്ക് ചെയ്യുന്നുണ്ട്. But his mother, trying to compose herself with her knitting, has made little progress in the last half hour, and അപ്പോൾ ഇതിൽ ഈ ഫാമിലിയിലെ മദറായിട്ടുള്ള മാർത്ത എന്ന് പറയുന്ന ക്യാരക്ടർ നിറ്റിങ്, അതായത് തുന്നിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയോ തുന്നി കൂട്ടി ചെയ്യുന്നുണ്ട്. പക്ഷേ ലാസ്റ്റ് ഹാഫ് ആൻ അവർ, അരമണിക്കൂറായിട്ടും കൂടുതലൊന്നും തന്നെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒന്നും ഇല്ല. അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്, അത്ര സ്പീഡിലൊന്നും അല്ല വർക്ക് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, ഇവി, ജോണിൻ്റെ ബ്രദർ, അല്ലെങ്കിൽ മാർത്തയുടെ, റോബർട്ട് ബാൾവിൻ്റെ മകളായിട്ടുള്ള ഇവി, എന്തോ ഒരു നെർവസ് ആയിക്കൊണ്ട്, എന്തോ ടെൻഷൻ ആയിക്കൊണ്ട് ഇങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, ഒരു ആശ്വാസം കിട്ടാത്ത രീതിയിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. There is a tense pause. It seems as if none of them likes to break the silence. For the 10th time, the 10th minute, Evie goes to the window and looks out along the sultry road. അപ്പോൾ ആ ഒരു ടെൻസ് പൗസ് ഉണ്ട്, അവിടെ കുറച്ച് സമയം ഇങ്ങനെ ഒരു നിശബ്ദത നമുക്ക് കാണാൻ പറ്റും. അത് മാത്രമല്ല, 10 times in 10 minutes, 10 മിനിറ്റിൽ 10 പ്രാവശ്യമെങ്കിലും ഈവി എന്ന് പറയുന്ന ക്യാരക്ടർ ആ വീടിൻ്റെ ആ ജനലിലൂടെ പുറത്തേക്ക്, ആ റോഡിലേക്ക് ഇങ്ങനെ ചൂട് പിടിച്ച് നിൽക്കുന്ന ആ റോഡിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. ആരോ വരുന്നത് വെയിറ്റ് ചെയ്യുന്ന ഒരു സീനായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ ഡ്രാമ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഡയലോഗ് എന്താണ് നോക്കാം, ആരാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. മാർത്ത, ഇറ്റ്സ് ടൈം ഹി വാസ് ഹോം. ഇവി, യെസ് മദർ. അപ്പോൾ മാർത്ത, ഇതിലെ രണ്ടാമത്തെ മെയിൻ ക്യാരക്ടർ റോബർട്ട് ബാൾവിൻ്റെ വൈഫ് പറയാണ്, ഇറ്റ്സ് ടൈം ഹി വാസ് ഹോം. ഈ സമയമൊക്കെ ആവുമ്പോഴേ അയാൾ വീട്ടിലെത്താറുണ്ട്. ആളെ ഉദ്ദേശിക്കുന്നത് അവരുടെ ഫാദറെ, മാർത്തയുടെ ഹസ്ബൻഡ് റോബർട്ട് ബാൾവിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സമയമാകുമ്പോഴേക്ക് റോബർട്ട് ബാൾവിൻ വീട്ടിൽ എത്താറുണ്ട് എന്ന് പറയാണ്. യെസ് മദർ. അപ്പോൾ അവർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ആ വീടിൻ്റെ നേതാവിനെ തന്നെയാണ്, അതല്ലെങ്കിൽ ആ വീടിൻ്റെ ഹെഡ് റോബർട്ട് ബാൾവിനെ തന്നെയാണ്. അപ്പോൾ മാർത്ത ചോദിക്കുകയാണ്, ഐ ഡു ഹോപ്പ് ഹി ഹാസൻറ്റ് ഫോർഗട്ടൺ ഹിസ് അംബ്രല്ല. ഹി ഹാസ് സച്ച് എ ഹാബിറ്റ് ഓഫ് ലിവിങ് ഇറ്റ് ബിഹൈൻഡ് ഹിം. ഇനി മഴ പെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാൾ കൊടയെടുക്കാൻ മറന്നിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. റോബർട്ടിന് എന്തൊരു സ്വഭാവമുണ്ട്, ഇതെല്ലാം മറന്നു വെക്കുന്ന ഒരു സ്വഭാവമുണ്ട് എന്ന് മാർത്ത വൈഫ് പറയാണ്.
ഇ വി യെസ് മദർ, അതിനും എൻ്റെ മകള് യെസ് മദർ എന്നുള്ള രീതിയിൽ ശരിയാണ് ആ കാര്യം എന്നുള്ള രീതിയിൽ അനുസരിക്കുകയാണ്. മാർത്ത, ഇറ്റ് മൈറ്റ് റെയിൻ ഡോണ്ട് യു തിങ്ക് സോ? ഇ വി മാർത്ത ചോദിക്കുകയാണ്, ഈ മഴ പെയ്യാനുള്ള സാധ്യത ഉണ്ട്, അതിനു മുമ്പ് അദ്ദേഹം ഇങ്ങോട്ട് എത്തിയാൽ മതിയായിരുന്നു എന്നുള്ള രീതിയിൽ ആ ക്യാരക്ടർ പറയുന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. വിതൗട്ട് വെയിറ്റിംഗ് ഫോർ ആൻ ആൻസർ ഷീ ഗോസ് ടു ദ വിൻഡോ ആൻഡ് ലുക്സ് ഔട്ട് ആൻഷ്യസ്ലി. ദ സ്കൈ ഈസ് സോ ഡാർക്ക്. ഷീ സ്റ്റാർട്ട്സ്. ദർ വാസ് എ ഫ്ലാഷ് ഓഫ് ലൈറ്റ്നിങ്. അപ്പോൾ പുറത്തേക്ക് നോക്കിക്കൊണ്ട് മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് അല്ലേ എന്നുള്ള ചോദ്യം, അതിന് ആൻസർ ഒന്നും കിട്ടുന്നതിന് മുമ്പ് തന്നെ മാർത്ത ആ ടെൻഷനോടുകൂടി പുറത്തേക്ക് തന്നെ നോക്കുന്നുണ്ട്, എന്താണ് മഴ പെയ്യാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത്. John rises slowly, moves to a center table and knocks the ashes out of his pipe. His mother turns to him. John, run into your father's room. See what the windows are closed. That's a good boy. അപ്പോൾ മാർത്ത കണ്ടിന്യൂ ചെയ്യാണ്, ആ വീട്ടിലെ മദർ കണ്ടിന്യൂ ചെയ്യാണ്. ജോണിനോട്, തൻ്റെ മകനോട് പറയാണ്, ജോൺ നീ ഒന്ന് എണീറ്റ് പോയിട്ട് എന്ത് ചെയ്യണം, നിൻ്റെ ഫാദറിൻ്റെ റൂമിലെ വിൻഡോസ് എല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. കാരണം എന്താണ്, മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്, വിൻസ് ഉണ്ടാവും, വീട്ടിൻ്റെ അകത്തേക്ക് വെള്ളം തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ വിൻഡോസ് എല്ലാം ഒന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ടോ ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറയുകയാണ്. ദാറ്റ്സ് എ ഗുഡ് ബോയ്, അങ്ങനെയാണ് നല്ല കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ പറയുന്നതാണ്. ജോൺ റൈറ്റ് ഓ, അപ്പോൾ ഓക്കെ അങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു റെസ്പോൺസ്. ഇ വി ആഫ്റ്റർ പോസ്, അപ്പോൾ ഇ വി മകൾ എന്തോ പറയുന്നുണ്ട്. മദർ, ദർ ഇസ് നോ ആൻസർ. മദർ, മിസ്സസ് ബാൾവിൻ ടേൺ സ്ലോലി. വാട്ട് ഡസ് മിസ്റ്റർ ഗ്രഷാം വാണ്ട് വിത്ത് ഹിം? ഹി ഹാസ് ഡൺ എനിത്തിങ് റോങ്. അപ്പോൾ ഇ വി ചോദിക്കുകയാണ്, അമ്മയെ 2 പ്രാവശ്യം മദറിനെ വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, എന്താണ് ഗ്രഷാമിന് നമ്മളെ ഫാദറെ കൊണ്ട് ഉപകാരം, അതല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഗ്രഷാം നമ്മുടെ ഫാദറെ കാണണം എന്ന് പറഞ്ഞിട്ടുള്ളത് എന്നുള്ള രീതിയിൽ ഒരു ചോദ്യം ചോദിക്കുകയാണ്. മാർത്ത പ്രൗഡ്ലി, യുവർ ഫാദർ നോ ഇ വി. അപ്പോൾ ഹാസ് ഹി ഡൺ എനിത്തിങ് റോങ് എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഫാദർ എന്തെങ്കിലും തെറ്റായിട്ട് എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചോദിക്കുകയാണ്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഗ്രഷാം എന്ന് പറയുന്ന ക്യാരക്ടർ ഈ സീനിലേക്ക് ഒരിക്കലും വരുന്നില്ല. പക്ഷേ ഈ ഇവരുടെ ഫാദർ വർക്ക് ചെയ്യുന്ന മാർത്തയുടെ ഹസ്ബൻഡ്, മെയിൻ ക്യാരക്ടറായിട്ടുള്ള റോബർട്ട് ബാൾവിൻ വർക്ക് ചെയ്യുന്ന ബാങ്കിലെ പ്രസിഡൻ്റാണ് ഗ്രഷാം എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രഷാമിനെ ഒരു ദിവസങ്ങൾക്ക് 1-2 ദിവസങ്ങൾക്ക് മുമ്പ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ സീൻ നടക്കുന്നതിന് മുമ്പ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അറസ്റ്റ് ചെയ്ത ഗ്രഷാം എന്താവശ്യപ്പെട്ടിട്ടുണ്ട്, നമ്മുടെ റോബർട്ട് ബാൾവിനെ, തൻ്റെ ബാങ്കിലെ മാനേജറായിട്ടുള്ള ഗവർണറായിട്ടുള്ള റോബർട്ട് ബാൾവിനെ ഒന്ന് കാണണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇവരിങ്ങനെ സംസാരിക്കുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത് എന്നാണ് ഇവരിങ്ങനെ സംശയം പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ ഹാസ് ഹി ഡൺ എനിത്തിങ് റോങ് എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഫാദർ എന്തെങ്കിലും തെറ്റായ കാര്യം ചെയ്തിട്ടുണ്ടാവുമോ, അതുകൊണ്ടാണോ ഇനി ഗ്രഷാം അദ്ദേഹത്തെ കാണണമെന്ന് പറഞ്ഞിട്ടുള്ളത്? മാർത്ത പ്രൗഡ്ലി. അപ്പോൾ മാർത്ത പറയാണ്, പ്രൗഡ്ലി അഭിമാനത്തോടു കൂടി പറയാണ്, യുവർ ഫാദർ നോ ഇ വി. നമ്മുടെ ഫാദർ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നുള്ള രീതിയിൽ അഭിമാനത്തോടു കൂടി പറയുന്നുണ്ട്. ദെൻ ഇ വി ചോദിക്കുകയാണ്, ദെൻ വൈ ഡിഡ് മിസ്റ്റർ ഗ്രഷാം സെൻഡ് ഫോർ ഹിം? പിന്നെ എന്തിനാണ് ഗ്രഷാം, ജയിലിൽ കിടക്കുന്ന അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഗ്രഷാം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഫാദറെ കാണണം എന്ന് പറഞ്ഞ ആളെ അയച്ചിട്ടുള്ളത്? മാർത്ത, ഹി വാണ്ടഡ് ടു ടോക്ക് ടു ഹിം. അപ്പോൾ ഗ്രഷാമിന് നമ്മുടെ ഫാദറോട്, എൻ്റെ ബാങ്കിലെ മാനേജറായിട്ടുള്ള നമ്മുടെ ഫാദറോട് ഒന്ന് ചോദിക്കേണ്ടി വരും, എന്തെങ്കിലും പറയാനുണ്ടാവും, അതുകൊണ്ടാവും. ഇ വി, വാട്ട് അബൌട്ട് മിസ്റ്റർ ഗ്രഷാം ഹാസ് ബീൻ അറസ്റ്റഡ്. ദേ ആർ ഗോയിങ് ടു ട്രൈ ഹിം ടുമോറോ. വാട്ട് ക്യാൻ ഹി വാണ്ട് വിത്ത് ഫാദർ? അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഫാദറെ കാണേണ്ട ആവശ്യം? ഗ്രഷാം ഇപ്പോൾ അറസ്റ്റഡ് ആണ്, ഓൾറെഡി അറസ്റ്റഡ് ആണ്. ആൻഡ് ഹി ഈസ് ഗോയിങ് ടു ട്രൈ ഹിം ടുമാറോ. അപ്പോൾ അദ്ദേഹത്തെ ഗ്രഷാമിനെ നാളെ മുതൽ ട്രൈ ചെയ്യാൻ പോവുകയാണ്. ട്രൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ട്രയലാണ്. ട്രയൽ മീൻസ് കോടതിയിൽ വിചാരണ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് നാളത്തെ ദിവസം മുമ്പതിൽ. പിന്നെ എന്തിനാണ് നമ്മുടെ ഫാദറിനെ കാണുമെന്ന് പറയുന്നത്? മാർത്ത, യുവർ ഫാദർ വിൽ ഹാവ് ടു ഗിവ് എവിഡൻസ്. നമ്മുടെ ഫാദർ ആണല്ലോ ഇയാൾക്കെതിരെ എവിഡൻസ് കൊടുക്കേണ്ടത്. അതായത് ബാങ്കിലെ മാനേജറാണ് ബാങ്കിൻ്റെ പ്രസിഡൻറ്റിനെതിരെ എവിഡൻസ്, തെളിവുകൾ കൊടുക്കുന്നത്. നേരത്തെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഗ്രഷാമിനെതിരെയുള്ള തെളിവുകൾ കൊടുക്കുന്നത് അതേ ബാങ്കിൽ തന്നെ വർക്ക് ചെയ്യുന്ന റോബർട്ട് ബാൾവിൻ ആണ്. ഇ വി, ബട്ട് ഈസ് ഗോയിങ് ടു ഗിവ് എവിഡൻസ് അഗെയിൻസ്റ്റ് മിസ്റ്റർ ഗ്രഷാം. വൈ ഷുഡ് മിസ്റ്റർ ഗ്രഷാം വാണ്ട് ടു സീ ഹിം? അപ്പോൾ ഗ്രഷാമിന് എതിരെ ആയിട്ടില്ലേ നമ്മുടെ അച്ഛന്, നമ്മുടെ ഫാദർ തെളിവ് കൊടുക്കുന്നത്? പിന്നെയും എന്തിനാണ് ഈ ഗ്രഷാം നമ്മുടെ ഫാദറിനെ കാണണമെന്ന് പറയുന്നത്? ദെൻ അപ്പോൾ അതിന് ഉത്തരമായിക്കൊണ്ട് മാർത്തയ്ക്ക് അറിയുന്ന കാര്യങ്ങൾ, മദറിന് അറിയുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. ഐ ഡോണ്ട് നോ ഇ വി, യു നോ യുവർ ഫാദർ ഡസൻറ്റ് സേ മച്ച് അബൌട്ട് ഹിസ് ബിസിനസ് അഫെയർസ്. ഷി pauses. I don't know if there is anything wrong with the bank until I saw it in the papers.
your father didn't tell me to draw my money out. He thought it wasn't loyal to Mr. Gresham. Evie nods. അപ്പോൾ ഈ മദർ പറയുന്നത് കണ്ടിന്യൂ ചെയ്യണം. ഐ ഡോണ്ട് നോ ഇവി, എനിക്കറിയില്ല എന്താണ് ബാങ്കിന് സംഭവിച്ചത്. ബാങ്ക് കൊളാപ്സ് ചെയ്യുകയും, അതായത് ബാങ്ക് തകരുകയും അതുവഴിയാണ് നമ്മുടെ മാനേജറായിട്ടുള്ള റോബർട്ട് ബാൽവിൻ്റെ ഓണർ, വർക്ക് ചെയ്യുന്ന ബാങ്കിൻ്റെ ഓണർ ഗ്രഷാം അറസ്റ്റിലാവുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇവരിങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ തൻ്റെ ഫാദർ ഒരിക്കലും ബാങ്ക് കൊളാപ്സ് ചെയ്യാൻ പോവുകയാണ്, അല്ലെങ്കിൽ ബാങ്കിൽ തകരാൻ പോവുകയാണ് എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞാൻ തന്നെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഈ മാർത്തയുടെ കുറച്ച് ക്യാഷ് ആ ബാങ്കിൽ ഉണ്ടായിരുന്നു. മാർത്ത തൊട്ട് മുമ്പ്, അതായത് ബാങ്ക് തകരുന്നതിന് തൊട്ട് മുമ്പ് സ്വന്തം ഇഷ്ടപ്രകാരമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ആ ബാങ്കിലെ ക്യാഷ് പിൻവലിച്ചിട്ടുള്ളത്. അപ്പോൾ ആ കാര്യമാണ് ഇവിടെ ഇയാൾ പറയുന്നത്. Your father wouldn't tell me to draw money out, but he thought it wasn't loyal to Mr. Gresham. If it of my own accord, I did it for my own accord against his wishes when I suspected. അപ്പോൾ ഞാനത് ചെയ്തത്, എനിക്കൊരു സംശയം തോന്നി, ബാങ്ക് തകരാൻ പോവുകയാണ് എന്നുള്ളൊരു സംശയം എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ക്യാഷ് അതിൽ നിന്നും പിൻവലിച്ചിട്ടുള്ളത് എന്ന് മാർത്ത പറയുക. Evie, after a pause, do you think that father had anything to do with it? ഇവി ചോദിക്കുകയാണ്, ബാങ്ക് തകരുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഫാദറിന് ബന്ധമുണ്ടോ എന്ന് അമ്മയോട് ചോദിക്കുകയാണ് മകള്. മാർത്ത, വിത്ത് ദ റെക്ക് ഓഫ് ദി ബാങ്ക് യു നോ ഹിം ബെറ്റർ ദാൻ ദാറ്റ്. ഇവി, അപ്പോൾ മാർത്ത പറയാണ്, ബാങ്ക് തകരുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഫാദറിന് ബന്ധമുണ്ടോ എന്നാണോ നീ ചോദിക്കുന്നത്? നിനക്ക് അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിനക്കറിയാം നമ്മുടെ ഫാദർ എങ്ങനെയാണ് എന്നുള്ളത്. ഇവി, ബട്ട് ഹി ഡിഡ്ന്റ് നോ വാട്ട് വാസ് ഗോയിങ് ഓൺ. യു നോ വാട്ട് ദ പേപ്പേഴ്സ് ആർ സെയിങ്. അപ്പോൾ മകള് പറയാണ്, അമ്മയ്ക്ക് അറിയില്ലേ എന്താണ് പേപ്പറിൽ പറയുന്നത്, ന്യൂസിലൊക്കെ എന്താ പറയുന്നത്, ഈ ബാങ്ക് തകർന്നതിൽ, ഈ ബാങ്കിലെ ക്യാഷ് ഷോർട്ട് വന്നതിൽ നമ്മുടെ ഫാദറിന് പങ്കുണ്ട് എന്നുള്ളതൊക്കെയാണ് ന്യൂസുകളാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചോദിച്ചു പോയതാണ്. മാത്ത, ദ ഹാവ് ബീൻ സോ ഫെയർ ടു ഹിം. ഇവി, അവരൊരിക്കലും, ന്യൂസ് പേപ്പേഴ്സ് ഒരിക്കലും എന്താവില്ല, നമ്മുടെ ഫാദറിനോട് ഫേവറായിട്ടൊന്നും ചെയ്യുന്ന ആളുകളാവില്ല എന്ന് പറയുന്നുണ്ട്. Evie, perhaps not, but they said he must have been fool not to know. They said that only he could have known, he and Mr. Gresham. Why didn't he stop it? അപ്പോൾ ഇവി പറയാണ്, ഈ പേപ്പേഴ്സ് എല്ലാം പറയുന്നത് എന്താണ്, ആ ബാങ്കിലെ തകർച്ചയ്ക്ക് കാരണം, അതല്ലെങ്കിൽ ആ ബാങ്ക് തകരുന്നത് അറിയുന്നത് രണ്ട് പേർക്കാണ്. ഒന്ന് ബാങ്കിൻ്റെ പ്രസിഡൻ്റ് ആയിട്ടുള്ള ഗ്രഷാമിനും, രണ്ടാമത് ബാങ്കിൻ്റെ ഗവർണറായിട്ടുള്ള അല്ലെങ്കിൽ മാനേജറായിട്ടുള്ള റോബർട്ട് ബാൽവിനാണ് ഈ ബാങ്ക് തകരാൻ പോകുന്നുണ്ട് എന്നുള്ളത് അറിയാറ്. അപ്പോൾ അവർ രണ്ടും അറിയാതെ ഒന്നും തന്നെ ബാങ്കിൽ നടക്കില്ല എന്നുള്ള ന്യൂസാണ് ഇവിക്ക് കിട്ടിയിട്ടുള്ളത്. മാതാ, ഹി വാസ് ആക്ടിങ് അണ്ടർ മിസ്റ്റർ ഗ്രഷാംസ് ഓർഡേഴ്സ്. അപ്പോൾ നമ്മുടെ ഫാദർ എന്താ ചെയ്യുന്നത്, റോബർട്ട് ബാൽവിൻ ചെയ്യുന്നത് എന്താണ്, തൻ്റെ ഓണറായിട്ടുള്ള, തൻ്റെ ബാങ്കിൻ്റെ ഓണറായിട്ടുള്ള ഗ്രഷാം എന്താണോ പറയുന്നത്, അയാൾ പറയുന്നത് ആ ഓർഡർ അതുപോലെ അനുസരിക്കുക മാത്രമാണ് റോബർട്ട് ബാൽവിൻ ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റോബർട്ട് ബാൽവിന് നമ്മുടെ അച്ഛന് ഒന്നും തന്നെ അറിയില്ല എന്നുള്ളതാണ് പറയുന്നത്. ഈ വി കണ്ടംപ്റ്റസ്ലി, മിസ്റ്റർ ഗ്രഷാം ഓർഡേഴ്സ് ഡിഡ്ന്റ് ഹാവ് ടു ഫോളോ ദം. അപ്പോൾ ചോദിക്കുകയാണ്, എന്തിനാണ് ഗ്രഷാമിൻ്റെ ഓർഡേഴ്സ് ഫോളോ ചെയ്യുന്നത്, ഹാവ് ടു ഫോളോ ദം, അവർ അത് ഫോളോ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? മാർത്ത, ആഫ്റ്റർ പൗസ്, ഇവി, ഐ ഡോണ്ട് ബിലീവ് യുവർ ഫാദർ എവർ ഡിഡ് എ wrong thing in his life. Not if he know it was wrong, he found only by accident, found out what Mr. Gresham was doing. മാർത്ത പറയാണ്, നമ്മുടെ എൻ്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നിൻ്റെ ഫാദർ ഒരിക്കലും ഒരു തെറ്റും ലൈഫിൽ ചെയ്യില്ല, എനിക്കറിയാവുന്ന വ്യക്തിയാണ്, അത്രയും ഇന്നസെൻ്റ് ആയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. തൻ്റെ ഒരു എന്താ പറയുക, അബദ്ധത്തിൽ ഫൗണ്ട് ഔട്ട് ബൈ ആക്സിഡൻറ്റ് എന്ന് പറയുന്നത്, അതായത് അബദ്ധത്തിലാണ് തൻ്റെ ബാങ്കിൻ്റെ പോക്ക് നാശത്തിലേക്കാണ്, അല്ലെങ്കിൽ ബാങ്ക് തകരാൻ പോവുകയാണ് എന്നുള്ളത് മനസ്സിലാക്കിയത് തന്നെ അബദ്ധത്തിലാണ്. അപ്പോൾ ഒരിക്കലും തന്നെ തൻ്റെ ഫാദറിന് അതിൽ പങ്കുണ്ടാവില്ല. ആൻഡ് ഫൗണ്ട് ഔട്ട് വാട്ട് മിസ്റ്റർ ഗ്രഷാം വാസ് ഡൂയിങ്. അത് മാത്രമല്ല, മിസ്റ്റർ ഗ്രഷാം ബാങ്കിൻ്റെ പ്രസിഡൻ്റ് ആയിട്ടുള്ള ആൾ, ഓണറായിട്ടുള്ള ആൾ എന്താണ് ചെയ്യുന്നത് എന്ന് കണ്ടെത്തിയത് നമ്മുടെ ഫാദർ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. ഇവി, ഹൗ ഡു യു നോ ദാറ്റ്? നിങ്ങൾക്ക് അതല്ലെങ്കിൽ അമ്മയ്ക്ക് എങ്ങനെയാണ് ആ കാര്യം അറിയുന്നത്? മാർത്ത, ഐ ഡോണ്ട് നോ ഇറ്റ്, ഐ സസ്പെക്റ്റഡ് ഇറ്റ്, സംതിങ് ഹി സെഡ് ഈഗർലി. യു സീ ഇവി, ഹി കാൺട്ട് ഹാവ് ഡൺ എനിത്തിങ് റോങ്, ദേ ഹാവൻറ്റ് ഇൻഡിക്റ്റഡ് ഹിം. മാർത്ത പറയാണ്, എങ്ങനെയാണ് ഇത് അറിഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയില്ല, ഞാൻ സംശയിക്കുന്നത് ഇങ്ങനെയൊക്കെ ആവും കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഹി ഹാഡ് ഡൺ എനിത്തിങ് റോങ്, നമ്മുടെ ഫാദർ ഒരിക്കലും ഒന്നും തന്നെ ചെയ്തിട്ടുണ്ടാവില്ല എന്നുള്ളത് വീണ്ടും ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ഡയലോഗ് വരുന്നത് ജോൺ ആണ്. ജോൺ എന്തൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.